Hello everyone, welcome back to the channel. Plus 2 Mathematics Revision Series ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഇന്നും റിവിഷൻ ടോപ്പിക് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പരീക്ഷയ്ക്ക് ചോദിച്ച ടൈപ്പ് പ്രോബ്ലംസും അതുപോലെ തന്നെ അതിൻ്റെ മെത്തേഡുകൾ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട സെക്ഷൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിവിഷൻ രീതിയിലുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എക്സാമിന് ചോദിക്കുന്നത്. അതായത് ഒരു ഗ്രാഫ് വരച്ച് അത് തന്നിരിക്കുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം സോൾവ് ചെയ്യുക, ഗ്രാഫ് വരച്ചിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് മേടിക്കാവുന്നതാണ്. ഈ 6 മാർക്കും ജസ്റ്റ് ഒന്ന് ഗ്രാഫ് വരയ്ക്കുന്ന രീതി ഒന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു 2 പാർട്ടുകളുണ്ടാവും അല്ലേ? ലീനിയർ പ്രോഗ്രാം പ്രോബ്ലത്തിൽ 2 പാർട്ടുകളുണ്ട്. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, z=ax+b എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. അതിനെയാണ് നമുക്ക് ഒന്നെങ്കിൽ മാക്സിമൈസ് ചെയ്യണം അല്ലെങ്കിൽ മിനിമൈസ് ചെയ്ത് വരേണ്ടത്. പിന്നെ എന്താണുള്ളത്? ഒരു സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ട്. എക്സിലും വൈയിലും ഉള്ള കുറച്ച് ഇൻഇക്വാലിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് കൺസ്ട്രെയിൻസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും ഉണ്ടാവും, ഒരു കൺസ്ട്രെയിൻറ്റും ഉണ്ട്, ഒന്നിലധികം കൺസ്ട്രെയിൻസും ഉണ്ടാവും. അതായത് കുറച്ച് കണ്ടീഷൻസ് ആണ് ഈ കൺസ്ട്രെയിൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം അതിനകത്തൊരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷനായ x>0 y>0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനും കൂടെ ഉണ്ടാവും. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യും, റീജിയൻ എല്ലാം മാർക്ക് ചെയ്യുമല്ലോ. മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ട പോർഷൻ ഏതാണ്? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന റീജിയൻ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് x>0 y>0 എന്നുള്ള ഒരു ഇനീക്വാലിറ്റിയും കൂടെ അവിടെ തരുന്നത്, ഒരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷനും കൂടെ തരുന്നത്. ഓക്കെ, ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഫൈൻഡിങ് ദ മാക്സിമം ഓർ ദ മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കിട്ടുന്ന ഒന്നുകിൽ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്, അതിനെ വിളിക്കുന്ന പേരാണ് കോർണർ പോയിന്റ് മെത്തേഡ്. അപ്പോൾ നിങ്ങൾ കോർണർ പോയിന്റ് മെത്തേഡാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതായത് ഗ്രാഫിക്കൽ സൊല്യൂഷൻ, അതായത് ഗ്രാഫ് വരച്ച് നമ്മളിതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കോർണർ പോയിന്റ് മെത്തേഡ്. എ ഗ്രാഫിക്കൽ മെത്തേഡ് ടു സോൾവ് ദ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ് കോർണർ പോയിന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കൺസ്ട്രെയിൻറ്റുകളെല്ലാം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഫീസിബിൾ റീജിയൻ കിട്ടും. അതായത് ദ കോമൺ റീജിയൻ ദാറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഓൾ ദ കൺസ്ട്രെയിൻസ് ഇൻക്ലൂഡിംഗ് ദ നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷനും. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനെല്ലാം വെച്ചുകൊണ്ട് ഒരു റീജിയൻ നമുക്ക് മാർക്ക് ചെയ്യാൻ കിട്ടും. എല്ലാത്തിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഒരു പോർഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ കിട്ടും, ഒരു റീജിയൻ മാർക്ക് ചെയ്യാൻ കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻഡ്, അതായത് എക്സ് ആക്സിസിലോ അല്ലെങ്കിൽ വൈ ആക്സിസിലോ വരുന്ന പോയിന്റുകളും അതുപോലെ തന്നെ അവിടെ വരച്ചിരിക്കുന്ന ലൈനുകളും ഒക്കെ ആയിട്ട് ടച്ച് ചെയ്യുന്ന പോയിന്റുകൾ, അങ്ങനെ കുറച്ച് പോയിന്റുകൾ നമുക്ക് കിട്ടും കോർണർ പോയിന്റ് എന്നുള്ള രീതിയിൽ. ആ പോയിന്റുകളും നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആ പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ട് അത് z= എന്നുള്ള നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാക്സിമം വാല്യൂ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇസഡിന് മാക്സിമം വരുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കുക. അല്ലെങ്കിൽ ഫംഗ്ഷൻ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണമെങ്കിൽ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മിനിമം ഏതാണോ വരുന്നത് അത് ആയിരിക്കും നമ്മുടെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന XY വാല്യൂസ് ആയിരിക്കും എൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഓക്കെ, നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. സോൾവ് ദ LPP ഗ്രാഫിക്കലി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: മാക്സിമൈസ് z=3x + 5y സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് x + 3y <= 3, x + y <= 2, x, y <= 0. അപ്പോൾ ഇത് LPP എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അത് ഗ്രാഫിക്കലി സൊല്യൂഷൻ കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണ്? z=3x + 5y എന്നുള്ളതാണ് ഫംഗ്ഷൻ. അതിനെ എന്ത് ചെയ്യണം? മാക്സിമൈസ് ചെയ്യണം. അപ്പോൾ ഇവിടെ ചിലപ്പോൾ മാക്സിമൈസ് ചെയ്യാനായിരിക്കാം, അതല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനായിരിക്കാം. അത് ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് നോക്കിയിട്ട് വേണം പ്രോബ്ലം ലാസ്റ്റ് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് മാക്സിമൈസ് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഈ 3 ഇൻഇക്വാലിറ്റീസ് ഇല്ലേ, ഇതാണ് നമ്മുടെ കണ്ടീഷൻസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് z=3x + 5y ആണ്. അപ്പോൾ തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് നമ്മൾ ആദ്യം ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണം. ഓക്കെ,
അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഇൻഇക്വേഷൻസ് ആണ് അല്ലെങ്കിൽ ഇൻഇക്വാലിറ്റീസ് ആണിത്. അതിനെ ഇക്വേഷൻസ് ഫോമിൽ കൺസിഡർ ചെയ്തിട്ട് നമ്മളിത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനാണ് പോകുന്നത്. ആദ്യത്തെ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറ്റില്ല, ഈക്വൽ ടു എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പോൾ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3 എന്നുള്ളതായിട്ട് ഇക്വേഷൻസ് വിചാരിക്കുക. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അതായത് ഇത് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? 2 പോയിന്റ് വേണം. 2 പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും എളുപ്പമാർഗം ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഏത് വിലകൾ വേണമെങ്കിൽ എക്സിനും വൈക്കും ഒക്കെ കൊടുക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിലകൾ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ ഏറ്റവും കാൽക്കുലേഷൻസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ എക്സിന് ആദ്യം 0 കൊടുത്തു നോക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കും, അതിവിടെ എഴുതും. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ഈ ഇക്വേഷനിൽ എക്സിന് 0 കൊടുത്താൽ 3y ഈക്വൽ ടു 3 എന്ന് വരും അല്ലേ? 3y ഈക്വൽ ടു 3, അതായത് y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി വൈക്ക് 0 കൊടുത്താൽ, വൈക്ക് 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷനിൽ എക്സിന് എന്ത് വില കിട്ടും നോക്കാം. വൈക്ക് 0 കൊടുത്താൽ ഇവിടെ 3 × 0, ഇവിടെ 0 ആയി പോവും, ഈ ടൈം 0 ആയി പോവും. പിന്നെ എക്സ് ഈക്വൽ ടു 3 എന്ന് വരും. അപ്പോൾ വൈക്ക് 0 കൊടുത്താൽ എക്സ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്സ് എനിക്ക് കിട്ടി. അപ്പോൾ ഏതൊക്കെയാണ് പോയിന്റ്? ഇവിടുത്തെ 0, 1 എക്സ് കോർഡിനേറ്റിന് ആദ്യം എഴുതണം, വൈ കോർഡിനേറ്റിന് രണ്ടാമത് എഴുതണം. 0, 1 ആണ്, 0,1 ആണ് ഫസ്റ്റ് പോയിന്റ്. അടുത്തത് ഇവിടെ എക്സിൻ്റെ വാല്യൂ 3 ആണ്, വൈ കറസ്പോണ്ടിങ് ആയിട്ട് വൈ വാല്യൂ 0. അപ്പോൾ 3, 0 ആണ് രണ്ടാമത്തെ പോയിന്റ്. വേണ്ട പോയിന്റുകൾ ഏതൊക്കെ? 0, 1ഉം 3, 0ഉം ആണ് നമുക്ക് വേണ്ടത്. 3, 0 എവിടെയാണ്? 0, 1 എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. 0, 1 എക്സ് 0, വൈ 1. വൈ 1 എന്ന് പറയുന്ന പോയിന്റ് ഏത് വരും? ഇത് ഈ പോയിന്റ് ആയിരിക്കും 0,1 എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് 1 ആണ്. ഇനി 3, 0 എന്നുള്ള പോയിന്റ് അവിടെ വരും. എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് 0. അപ്പോൾ ഏത് പോയിന്റാണ്? ഇവിടെ വരിക. ഓക്കെ, 3,0 വരും. ഇനി ഇത് തമ്മിൽ ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ 0, 1ഉം 3, 0ഉം ജോയിൻ ചെയ്ത് നമ്മൾ ലൈൻ വരച്ചു. ഓക്കെ, അടുത്ത ഇൻഇക്വാലിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അതിനെ ഇക്വേഷൻ ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് ആ ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് പോയിന്റ്സ് വേണം. ആ പോയിന്റ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ എക്സിനും വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂസ് കൊടുത്തു നോക്കും. ആദ്യം എക്സിന് 0 കൊടുത്തു നോക്കുക, ഇവിടെ എക്സ് വാല്യൂസ്, ഇത് വൈ വാല്യൂസ്. ആദ്യം എക്സിന് 0 കൊടുത്തു നോക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് എത്ര വാല്യൂ നോക്കുക. എക്സിന് 0 കൊടുത്താൽ ഇവിടെ വൈയുടെ വാല്യൂ 2 വരും അല്ലേ? വൈക്ക് 0 കൊടുത്താൽ ഇവിടെ വൈ 0 ആയി പോവും, എക്സ് ഈക്വൽ ടു 2 വരും. അപ്പോൾ 0, 2ഉം 2, 0 ആണ് നമ്മുടെ ഈ ഒരു ലൈൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് പോയിന്റ് 0, 2ഉം 2, 0. ഇപ്പോൾ അത് നമ്മുടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. 0, 2 എന്നുള്ള പോയിന്റ്, 0, 2 എന്നുള്ള പോയിന്റ് ഇതായിരിക്കും. 0 എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 2. 0, 2 ഇനി 2, 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതായിരിക്കും. 2,0. ഇനി എന്ത് ചെയ്യണം? ഈ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്ത് ലൈൻ വരയ്ക്കണം. 2, 0 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് ലൈൻ നമ്മൾ വരച്ചു. നമുക്ക് എന്താണ് ഈ കൺസ്ട്രൈൻസിന്റെ ബേസിസിൽ നമ്മൾ അവിടെ വാല്യൂസ് അവിടെ പ്ലോട്ട് ചെയ്യണം. കോർണർ പോയിന്റുകൾ കിട്ടണം. ആദ്യം ഫീസിബിൾ റീജിയൻ കിട്ടണം. അതിന് മുമ്പ് ഈ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കണം. ഫീസിബിൾ റീജിയൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രാഫ്സ് നോക്കുക. നമ്മുടെ ഇൻഇക്വാലിറ്റീസ് ഏതൊക്കെയായിരുന്നു? എക്സ് പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നതും ആയിരുന്നു ആദ്യത്തെ ഇൻഇക്വാലിറ്റി. അതിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറിജിൻ്റെ വാല്യൂ ആയ, ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്താ? 0, 0 അല്ലേ? ഈ ഒറിജിൻ്റെ വാല്യൂ ആയ 0, 0 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിനും വൈക്കും 0, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ 0 + 0 അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണോ നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നത് ട്രൂ ആണ് അല്ലേ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നത് ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട റീജിയൻ ഈ ലൈനിൽ നിന്ന് ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന പോർഷനിലാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഏത് റീജിയൻ എടുക്കണം? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നത് നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. ട്രൂ ആയതുകൊണ്ട് ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം പോർഷൻ നമ്മൾ എടുക്കേണ്ടത്. നമ്മുടെ സ്ട്രേറ്റ് ലൈൻ ഏതായിരുന്നു? എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈൻ. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾ ആ ലൈനിൻ്റെ പേര് എഴുതി വയ്ക്കാം. വരച്ച ഉടൻ തന്നെ 3y ഈക്വൽ ടു 3, എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3. അപ്പോൾ ആ ലൈനിൻ്റെ ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന പോർഷനാണ് സൊല്യൂഷൻ റീജിയനിൽ വരുന്നത്. അതായത് താഴത്തേക്ക് വരുന്ന റീജിയൻ, താഴത്തേക്ക് വരുന്ന പോർഷനാണ്
ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ താഴത്തേക്ക് വരുന്ന പോർഷൻസ് മാത്രമാണ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ടില്ല. ഇനി എന്തോന്ന് നോക്കണം, രണ്ടാമത്തെ ലൈനിന്റെ പോർഷനും കൂടെ നോക്കണം. എന്നിട്ട് രണ്ടിലും കൂടെ കോമൺ വരുന്ന പോർഷനാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ഇക്വേഷൻ ഏതായിരുന്നു? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്നാണ് നമ്മൾ തന്നിരിക്കുന്ന ഇൻഇക്വാലിറ്റി. ഇവിടെ ഇതുപോലെ ഏത് കൊടുക്കണം? ഒറിജിൻ കൊടുക്കണം. ഒറിജിന്റെ വാല്യൂ ആയ 0 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 0 + 0 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് ട്രൂ ആണോ? അതെ അല്ലേ? ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒറിജിന്റെ സൈഡിലേക്കായിരിക്കും ഇവിടെയും പോർഷൻ മാർക്ക് ചെയ്യേണ്ടത്. ഈ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്നതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ ഇത് ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിൽ ആണ്. ഇവിടെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. അതുകൊണ്ട് എന്താ പറയാം, ഈ ലൈനിൽ നിന്നും ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യേണ്ടത്. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇവിടെ ഒറിജിൻ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രൂ ആയിട്ട് കിട്ടി. അപ്പോൾ ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ സൊല്യൂഷൻ റീജിയൻ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഒറിജിനിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഒറിജിൻ ഇവിടെയാണ് 0 0. അപ്പോൾ 0 0യെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം മാർക്കിംഗ് കൊടുക്കാൻ. താഴത്തോട്ട്, ഈ ലൈനിന്റെ താഴത്തോട്ട്. ഈ ലൈൻ ഏതാണ്? ഇവിടം വരെയാണ് ആ ലൈൻ ഉള്ളത് അല്ലേ? ഇവിടം വരെയാണ് ആ റീജിയൻ മാർക്ക് ചെയ്യുക. ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തേക്കുന്ന റീജിയനാണ് ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ ഏതാണ്? അപ്പോൾ ആദ്യത്തെ ലൈനിൽ ഈ ലൈൻ എക്സ് പ്ലസ് 3y ലെസ് ദാൻ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഈ ലൈനിന്റെ സൊല്യൂഷൻ റീജിയൻ താഴത്തേക്ക് ഇത്രയും പോർഷനേ വരുന്നുള്ളൂ. രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത്രയും പോർഷനാണ് വരുന്നത്. നമുക്ക് രണ്ടിലും കൂടെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ വരുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ കോമൺ റീജിയൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ വരും. ഈ ഒരു പോർഷൻ ഞാൻ ഈ വരയ്ക്കണ ഈ ഒരു ഭാഗം മനസ്സിലാക്കുക. ഗ്രീൻ ലൈൻ കൊണ്ട് വരയ്ക്കുന്ന അത്രയും പോർഷൻ ഇതായിരിക്കും നമ്മുടെ ഫീസിബിൾ റീജിയൻ. ഇതിനകത്തുള്ള പോർഷൻ അല്ലേ, ഇതായിരിക്കും നമ്മുടെ ഫീസിബിൾ റീജിയൻ ആയിട്ട് വരുന്നത്. അതായത് രണ്ട് ലൈനും കൂടെ നമ്മൾ കണ്ടീഷൻസ് മാർക്ക് ചെയ്ത് വരയ്ക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗമായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയൻ ആയിരിക്കും ഫീസിബിൾ റീജിയൻ. ഫീസിബിൾ റീജിയൻ അറിയാമെങ്കിൽ നമുക്കിനി കോർണർ പോയിന്റ്സ് കണ്ടുപിടിക്കണം. അതായത് XY ആക്സിസുകളായിട്ടും അതുപോലെ ഇവിടെയുള്ള ലൈൻസുമായിട്ടൊക്കെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്. അതായത് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഫീസിബിൾ റീജിയന്റെ എൻ പോയിന്റുകളായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകൾ ഏതൊക്കെയാണ് കണ്ടുപിടിക്കണം. കോർണർ പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്ത ഇതൊരു കോർണർ പോയിന്റ് ആണ് അല്ലേ? ഇനി ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്, ഇതൊരു കോർണർ പോയിന്റ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ, ഈ 4 പോയിന്റുകൾ നമുക്ക് കണ്ടുപിടിക്കണം. കോർണർ പോയിന്റ്സ് ഏതൊക്കെയാണ്? ഒന്ന് ഒറിജിൻ 0 0, ഇത് നമുക്കറിയാം പോയിന്റ് 0 1, ഈ പോയിന്റ് നമുക്കറിയാം 2 0. അപ്പോൾ ഈ 3 കോർണർ പോയിന്റുകൾ നമുക്കറിയാം. നാലാമത്തെ കോർണർ പോയിന്റ് എന്ന് പറയുന്നത് രണ്ട് ലൈൻസിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഈ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3 എന്ന് പറയുന്നതും എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്നതിൻ്റെ ആ രണ്ട് ലൈനിൻ്റെയും കൂടെ ഇന്റർസെക്ഷൻ ആണ് ഈ ഒരു കോർണർ പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസും കൂടെ സോൾവ് ചെയ്താൽ നമുക്ക് ഈ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇത് എ എന്ന് പേര് കൊടുക്കാം, ഇത് ബി, ഇത് സി, ഒറിജിൻ 0 0. അപ്പോൾ കോർണർ പോയിന്റുകൾ ഏതൊക്കെയാണ്? കോർണർ പോയിന്റ്സ് ആർ എ പോയിന്റ് നമുക്കറിയാം 2 0, ബി ഏതാണ് അറിയില്ല, കണ്ടുപിടിക്കണം അല്ലേ? അത് കണ്ടുപിടിക്കണം. സി എന്നത് എന്താണ്? 0 1, ഡി എന്നത് നമ്മുടെ ഒറിജിൻ 0 0. അപ്പോൾ ബി എന്നുള്ള പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം. ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടു ഒബ്റ്റെയിൻ the corner point B എന്ത് ചെയ്യണം? solve the equations ഏതൊക്കെയാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇക്വേഷനും അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എക്സ് പ്ലസ് 3y ഈക്വൽ ടു 3, അതിന് രണ്ടാമത്തെ ഇക്വേഷൻ കൊടുക്കാം. ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഇവിടെ നോക്കി പല മെത്തേഡുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ ഏറ്റവും എളുപ്പമുള്ളത് ഇവിടെ നോക്കുക. എക്സിന്റെ കോഎഫിഷ്യന്റുകളെല്ലാം ഇവിടെ 1 ആണ്, രണ്ട് ഇക്വേഷനും 1 ആണ്. അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ഒരു വേരിയബിളിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്താൽ, ഇക്വേഷൻ 1 മൈനസ് 2 ചെയ്താൽ ഇതിൽ നിന്നും ഇത് സബ്ട്രാക്ട് ചെയ്യുക, 1 മൈനസ് 2 ചെയ്യുക. അപ്പം എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് 0x ആയി അല്ലേ? 0x അത് എഴുതേണ്ട കാര്യമില്ല. y മൈനസ് 3y,
y മൈനസ് 3y എന്ന് വരും. ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പോൾ -2y എന്ന് വരും. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 2 - 3 എന്ന് വരും. 2 - 3യുടെ വാല്യൂ 2 - 3. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ കൊടുക്കുക. അപ്പം -1. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്ത് വരും? -2y = -1 എന്ന് വരും. അതായത് രണ്ട് നെഗറ്റീവ് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2y = 1 എന്ന് വരും. അതായത് y = 1/2. ഓക്കെ, അപ്പോൾ വൈയുടെ വാല്യൂ 1/2 കിട്ടി. ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഈ വൈയുടെ 1/2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x + 1/2 = 2. x + 1/2 = 2. അതായത് എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 2 മൈനസ് ഈ 1/2നെ റൈറ്റിലേക്ക് എടുക്കുക. അപ്പോൾ 2 - 1/2 എന്നാവും അല്ലേ? ഇവിടെ LC എടുക്കണം. 2 LC എടുത്താൽ ഇവിടെ ഡിനോമിനേറ്റർ 1 ആണ്, അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു ന്യൂമറേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 2 4 വരും. ദെൻ 4 മൈനസ് ഇവിടെ ഡിനോമിനേറ്റർ 2 തന്നെയാണ്, അപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെയുള്ള വാല്യൂ അങ്ങനെ തന്നെ എടുത്തെഴുതുക. 1 എഴുതി. അപ്പോൾ 4 - 1 3/2. സോ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 3/2 കിട്ടി. വൈയുടെ വാല്യൂ 1/2 കിട്ടി. സോ ദ കോർണർ പോയിന്റ് B ഈസ് 3/2. എക്സിൻ്റെ ടൈം ആദ്യം എഴുതണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ് കോർഡിനേറ്റ് ആദ്യം എഴുതണം. x = 3/2 ആണ് ആൻഡ് y = 1/2. അപ്പോൾ 3/2, 1/2 എന്നുള്ളതാണ് കോർണർ പോയിന്റ് B എന്ന് പറയുന്നത്. ഇനി എന്ത് വേണം? നമുക്ക് കോർണർ പോയിന്റുകൾ കിട്ടി. ഇനി ഫീസിബിൾ റീജിയൻ കിട്ടി, അതിൽ നിന്ന് കോർണർ പോയിന്റ് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ ഓരോ കോർണർ പോയിന്റിലും ഉള്ള ഫംഗ്ഷൻ ഇസഡിൻ്റെ വാല്യൂകൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടേബിൾ ഫോമിലാണ് എഴുതുന്നത്. കോർണർ പോയിന്റിനെ ഒരു കോളത്തിലാക്കുക, പിന്നെ രണ്ടാമത്തെ കോളത്തിൽ വാല്യൂ ഓഫ് ഇസഡ് കണ്ടുപിടിക്കുക. ഇസഡിൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് എന്താണ്? ഇസഡ് 3x + ഇസഡ് തന്നിരിക്കുന്നത് z = 3x + 5y ആണ്. അതായത് ഈ ഓരോ കോർണർ പോയിന്റിലും ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആദ്യം ഒറിജിൻ O എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ O00. ഒറിജിൻ O00ൽ നമ്മുടെ ഫംഗ്ഷൻ ഇസഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? എക്സിൻ്റെയും വൈൻ്റെയും പ്ലേസിൽ ഈ 00 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ z = എന്ത് വരും? 3 × 0 + 5 × 0. രണ്ടും 0 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെ വരും? z = 0 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത പോയിന്റ് ഏതാണ്? A20 അല്ലേ? A2,0 ആണ് നമ്മുടെ അടുത്ത കോർണർ പോയിന്റ്. A20ൽ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് നോക്കാം. z = എന്ത് ചെയ്യണം? എക്സിൻ്റെ പ്ലേസിൽ 2, വൈയുടെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3 × 2 + 5 × 0 ചെയ്യാം. 3 × 2 എന്ന് പറഞ്ഞാൽ 6 + 5 × 0 0. 6 + 0 6 തന്നെ. അപ്പോൾ ആദ്യത്തത് കേസിൽ നമുക്ക് 0 കിട്ടി, രണ്ടാമത്തെ കേസിൽ 6 കിട്ടി. ഓക്കെ, അടുത്ത പോയിന്റ് ഏതാണ്? അടുത്തത് B അല്ലേ? B എന്നത് നമുക്ക് തന്നിരുന്നത് എന്താണ്? 3/2. നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? B എന്നത് 3/2 1/2 ആണ്. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ z = 3 × 3/2 + 5 × 1/2. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3 × 3 3 × 3/2 എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററുകൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 3 × 3 9/2 എന്ന് വരും. പ്ലസ് ഇവിടെ 5 × 1 അതായത് 5/2. ഓക്കെ, ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ്, 2 ആണ്. അപ്പോൾ കോമൺ എടുത്തു. ന്യൂമറേറ്ററുകൾ തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്യുക. 9 + 5 9 + 5 എന്ന് പറഞ്ഞാൽ 14 വരും. അപ്പോൾ 14/2 എന്ന് പറഞ്ഞാൽ 7 വരും. ഓക്കെ, അപ്പോൾ കോർണർ പോയിന്റ് B എന്ന് പറയുന്നത് 3/2 1/2ൽ ഫംഗ്ഷൻ്റെ വാല്യൂ z = 7 എന്ന് കിട്ടി. ലാസ്റ്റത്തെ പോയിന്റ് C 01 ഉള്ള പോയിന്റിൽ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. C01 അല്ലേ? C01ലെ വാല്യൂ കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ z = എക്സിൻ്റെ പ്ലേസിൽ 0, അപ്പോൾ 3 × 0 പ്ലസ് വൈൻ്റെ പ്ലേസിൽ 1, അപ്പോൾ 5 × 1 ചെയ്യണം. അതായത് 3 × 0 0 പ്ലസ് 5 × 1 5 വരും. മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, ഫംഗ്ഷൻ മാക്സിമൈസ് ചെയ്യാൻ. അപ്പോൾ കോർണർ പോയിന്റ് ഓരോന്നിലും ഈ ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ഒറിജിൻ 00ൽ 0, എയിൽ 6, ബിയിൽ 7, സിയിൽ 5 കിട്ടി. ഇതിന് ഏറ്റവും ബിഗ്ഗസ്റ്റ് വാല്യൂ ഏതാണ്, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഏതായിട്ടാണ് വരിക?
ഈ 7 ആണ് മാക്സിമം വാല്യൂ വരിക അല്ലേ. അപ്പോൾ 7 ആണ് ഇവിടുത്തെ മാക്സിമം വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഏത് പോയിന്റിലാണ് ഈ 7 വന്നേക്കുന്നത്? ബി എന്നുള്ള പോയിന്റിൽ 3/2 1/2 ഇത് ഒക്കർ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ സോ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു 7 ആണ് അറ്റ് ദ കോർണർ പോയിന്റ് ബി 3/2 1/2. 3/2 1/2 ആണ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. 2 ഇക്വേഷൻ മാത്രമേ ഇതിനകത്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ മെത്തേഡുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് എടുത്തിട്ട് വരുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഏതെങ്കിലും ടോപ്പിക്ക് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് മെൻഷൻ ചെയ്ത ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കും ടോപ്പിക്കും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയാം. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.